നിങ്ങൾ ഇന്ന് കട തുറക്കാൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഒരേ ഇരിപ്പും കിടപ്പും തന്നെ. എന്താ കട തുറക്കാത്തതെന്ന്? അത് പിന്നെ തങ്കം, ആകപ്പാടെ പ്രശ്നമാ. കട തുറന്നാലോ? അതെ തങ്കം. അതെന്താ, കടയിൽ സ്വർണ്ണമൊന്നും ഇല്ലേ? പുതുപുത്തൻ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അതൊക്കെ നേര് തന്നെ, പക്ഷെ പ്രശ്നം അതൊന്നും അല്ല. പിന്നെ ദേ മനുഷ്യ, തങ്കത്തെ ദേഷ്യം പിടിപ്പിച്ചാളുണ്ടല്ലോ. നീയൊന്ന് അടങ്ങ് തങ്കം. എന്തടങ്ങാൻ? കട അടച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ച ആകാറായി. നമ്മുടെ കസ്റ്റമറൊക്കെ നാരങ്ങാത്തറ ജുവലറിയിലേക്ക് പോയി കാണും. എന്റെ ഈശ്വരാ, എവിടെ പോകാൻ? തനിത്തങ്കം ജുവല്ലറിയുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇപ്പോഴും നമ്മുടെ ജുവല്ലറിയുടെ മുന്നിൽ കട തുറക്കുന്നതും കാത്തു നിൽക്കുകയല്ലേ. ആണോ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. മനുഷ്യ, സത്യം പറ, നിങ്ങൾ എന്തെങ്കിലും അരുതായിക ചെയ്തോ? തങ്കം, വേണ്ടാധീനം പറയരുത്. എങ്കി പറ, നിങ്ങൾ എന്താ കട തുറക്കാത്തെ? സ്വർണ്ണക്കട മുതലാളി കട തുറക്കാതെ വീടും പൂട്ടി ഇങ്ങനെ ഒളിച്ചിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല എന്റെ തങ്കം, നീ ഒന്ന് പോ. ഇപ്പോഴും നിങ്ങൾ കാര്യം പറയുന്നില്ല. അതൊക്കെ ബിസിനസ് സീക്രട്ടാ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളതല്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോ? ദേ മനുഷ്യ, തനി തങ്കം ജുവലറിയുടെ ഉടമയാ ഈ തങ്കമ്മ സരസപ്പൻ. ആണേ എന്റെ തങ്കം, എനിക്ക് കുറച്ച് സ്വൈരന്താ, മനസ്സിൽ തീയാ തീ. തീയോ? എന്റെ മുച്ചിലോട്ട് ഭഗവതി, ഞാൻ എന്താണ് ഈ കേക്കണത്? ഒന്നല്ല രണ്ടല്ല 3 ജുവലറിയുടെ മുതലാളിയുടെ മനസ്സിൽ തീയാണെന്ന്. ഇത് ഞാൻ എന്ത് പറ്റി? സരസപ്പെണ്ണ, നിങ്ങളുടെ മനസ്സിന് വല്ല കുഴപ്പവും പറ്റിയോ? പറ. അതായത് നട്ടോ ബോൾട്ടോ ലൂസായി തുടങ്ങിയോ എന്നല്ലേ? എന്നാ കേട്ടോ, പാമ്പാടും കാവിലെ അച്യുതക്കുറുപ്പിന്റെ നട്ട് ലൂസായതുപോലെ ഈ സരസപ്പണ്ണന്റെ നട്ടൊന്നും ലൂസായിട്ടില്ല. അതാരപ്പ? സ്വന്തം പിതാവിന്റെ പേര് പോലും മറന്ന മോള്. ദേ മനുഷ്യ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ മുച്ചിലോട്ട് ഭഗവതി. അതാരാണിപ്പോ ഇങ്ങോട്ട്? അത് നമ്മുടെ നളിനാക്ഷനല്ലേ? എന്റെ മുതലാളി, ഇന്നെങ്കിലും തനിത്തങ്കം ജുവലറി ഒന്ന് തുറക്ക്. കസ്റ്റമർ എത്ര പേരാ കാത്തു നിൽക്കുന്നെന്ന് അറിയൂ? അതറിയാവുന്നത് കൊണ്ടാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ. നളിനാക്ഷ, ഇത് ഞാൻ എന്താ പറ്റിയേ? എന്റെ തല ചുറ്റുന്നു. മുതലാളി, ഇങ്ങനെ കടയടച്ചിട്ടാ നഷ്ടം ആർക്കാ? നമുക്ക്. തൽക്കാലം കടയടച്ചിടുന്നതാ ഈ സരസപ്പന് ലാഭം. മുതലാളി എന്തൊക്കെയായി പറയുന്നേ? എടാ, ഇന്ന് എത്ര പേര് കാത്തു നിൽപ്പുണ്ട് കട തുറക്കുന്നതും കാത്ത്? 5-8 പേരുണ്ട് മുതലാളി. മുതലാളി, പിന്നെ ഒരു യുവതി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ 1 പവൻ മാല വിൽക്കാനായി നാരങ്ങാത്തറ ജുവലറി കൊണ്ട് ചെന്നിരുന്നെന്നും അവർ മാലയുടെ മാറ്റ് നോക്കിയപ്പോ 916 പോയിട്ട് 716 പോലും ഇല്ലെന്നും മാല വാങ്ങിയ കടയെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ആ സ്ത്രീ മുതലാളിയെ കണ്ടിട്ടേ പോകുമെന്ന വാശിയിലാ. എന്തിനാ? ആ മാല വിൽക്കാൻ. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ മാല. അതെ, 2025 വിൽക്കാനായി കൊണ്ടുവന്നിരിക്കുന്നു. നളിനാക്ഷ, പണ്ട് പവന് 10,000-നും 25,000-നും വാങ്ങിയ സ്വർണമാ ഇപ്പൊ കടയിൽ വിൽക്കാനായി കൊണ്ടുവരുന്നേ. ഇന്നിപ്പോ 1 പവൻ എന്താ വില? അത് നേരാണല്ലോ മുതലാളി. ഇന്നത്തെ വില ഞാൻ നോക്കിയില്ല, എന്നാലും 1 ലക്ഷത്തിന് അടുത്ത് വരും. അതാ പ്രശ്നം നളിനാക്ഷ. 1 ഗ്രാം സ്വർണം പോലും വാങ്ങിക്കാൻ നിൽക്കാതെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പണമാക്കി ബാങ്കിലിടാനുള്ള തത്രപ്പാടിലാണ് ആൾക്കാർ. അങ്ങനെ ചുളു വിലയ്ക്ക് വാങ്ങിയ സ്വർണം വൻ വിലയ്ക്ക് വിൽക്കുക. ഈശ്വരാ, ഈ നളിനാക്ഷന്റെ കയ്യിൽ 1 ഗ്രാം സ്വർണം പോലും ഇല്ലാതായി പോയല്ലോ. മുതലാളി, ഈ നളിനാക്ഷന് ഇപ്പൊ കാര്യം പിടികിട്ടി. പക്ഷേ ഈ നിൽക്കുന്ന തങ്കത്തിന് മാത്രം ഒന്നും മനസ്സിലായിട്ടില്ല നളിനാക്ഷ. അതാണിപ്പോ ഈ സരസപ്പന്റെ ദുഃഖം. അയ്യോ, കഴിഞ്ഞ 10-25 വർഷങ്ങൾക്ക് മുമ്പേയുള്ള സ്വർണ്ണം അല്ലേ മനുഷ്യ പല മോഡലുകളിലാക്കി പുതുക്കി പണിത് പുതിയ ഡിസൈനിലാക്കി കടയിൽ വെച്ചിട്ടുള്ളത്. അതും ശരിയാണല്ലോ മുതലാളി. അന്ന് സ്വർണത്തിന് ചുളു വിലയല്ലായിരുന്നു. നളിനാക്ഷ, ആ സ്വർണം വിറ്റ കാശുകൊണ്ടാടാ കൂടിയ വിലയ്ക്ക് സ്വർണം വാങ്ങി കൂട്ടിയത്. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നിപ്പോ സ്വർണം കയ്യിലുള്ള ദരിദ്രനായ സ്വർണ്ണ മുതലാളിയാ ഈ സരസപ്പൻ. നേരാ മുതലാളി, നേരാ. ഇങ്ങനെ വാണം പോലെ സ്വർണത്തിന് വില കൂടിയ ആരാ സ്വർണം വാങ്ങുക? കള്ളക്കടത്തുകാരും കള്ളപ്പണക്കാരും ഒക്കെ വാങ്ങിച്ചേക്കും. പക്ഷെ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? ഇനി കട തുറന്നാൽ തന്നെ സ്വർണം വാങ്ങാനാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു നളിനാക്ഷ? അതിനൊരു വഴിയുണ്ട് മുതലാളി. ഞാൻ കസ്റ്റമറോട് കാര്യം തിരക്കും. സ്വർണം വിൽക്കാനാണ് വന്നതെന്നറിയുന്ന ആ നിമിഷം തന്നെ ഈ നളിനാക്ഷൻ കടയുടെ ഷട്ടർ ഇടും. അങ്ങനെ ഈ മുതലാളിയുടെ മാനം ഈ നളിനാക്ഷൻ കാക്കും. നളിനാക്ഷ, നീയാണ് എന്റെ ചങ്ക്. നീ എന്റെ മാനം കാക്കാനുള്ള ഒരു ഉപായം കണ്ടെത്തിയല്ലോ. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിക്കോട്. രചന സലീം കുമാർ പട്ടണക്കാട്.